നമസ്കാരം. നാളെ തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന വിധത്തിൽ ദീപങ്ങൾ തെളിയിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും നിറയുന്നതിന് സഹായകരമായി തീരും. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. കാർത്തിക വിളക്കിന്റെ ആകൃതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേക രീതിയിൽ തെളിയിച്ചാൽ പ്രത്യേക ഫലം വന്നു ചേരും. നാം വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം പ്രത്യേക ഫലത്തിനായി ഇനി പറയും വിധം ദീപം തെളിയിക്കുകയാണ് എങ്കിൽ ഉടനെ ഫലം ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇഷ്ടകാര്യ സിദ്ധിക്കായി ചില കാര്യങ്ങൾ ഓർക്കണം. ഷഡ്കോണ ദീപം തെളിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടകാര്യ സിദ്ധിയിൽ ഗുണം നൽകുന്നു എന്നാണ് വിശ്വാസം. 6 കോണുകളിലായി ദീപം തെളിയിക്കുന്നതിനെയാണ് ഷഡ്കോണ ദീപം എന്ന് പരാമർശിക്കുന്നത്. ഇതിൽ 6 കോണിലും ദീപം തെളിയിച്ച് നടുവിൽ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം മാറുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമാകുന്നു. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ചതുരശ്ര ദീപവും വളരെ പ്രധാനപ്പെട്ടതാണ്. ചതുരശ്ര ആകൃതി വരച്ചതിന് ശേഷം 8 ദിക്കിൽ തൃശൂലം വരച്ച് നടുവിൽ നിലവിളക്ക് തെളിയിക്കണം. അതിനുശേഷം എല്ലാ കോണുകളിലും ദീപം തെളിയിക്കുന്നത് നിങ്ങളുടെ ശത്രുദോഷത്തെ ഇല്ലാതെയാക്കുന്നു എന്നാണ് വിശ്വാസം. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ത്രികോണ ദീപമാണ് വരുന്നത്. ത്രികോണത്തിന്റെ ആകൃതിയിലാണ് ഇവിടെ ദീപം തെളിയിക്കേണ്ടത്. ഇതിൽ 3 ദീപങ്ങളാണ് വരുന്നത്. കൂടാതെ നടുവിൽ നിലവിളക്കും തെളിയിക്കുന്നതാകുന്നു. ത്രികോണ ദീപം നിങ്ങൾ തെളിയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രണയ വിജയം ഉണ്ടാകുന്നു എന്നാണ് പറയുക. പ്രണയ വിവാഹത്തിലേക്ക് എത്തുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. എന്നാൽ വിധിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഇപ്രകാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് വൃത്തദീപമാകുന്നു. വൃത്താകൃതിയിലായിരിക്കണം ഇവിടെ ദീപം തെളിയിക്കേണ്ടത്. ഇതിൽ മൊത്തത്തിൽ 5 ദീപങ്ങളാണ് തെളിയിക്കേണ്ടത്. ഇത്തരത്തിൽ ദീപം തെളിയിക്കുന്നത് സാമ്പത്തിക നേട്ടം നൽകും എന്നാണ് പറയുക. വിദ്യാഭ്യാസ നേട്ടം കൈവരിക്കുവാനും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ വീട്ടിൽ കുട്ടികളുണ്ട് എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമായി തീരും. കർമ്മത്തിൽ ഉയർച്ച നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇപ്രകാരം ചെയ്യുക. അടുത്തതായി വരുന്നതാണ് അഷ്ടദള ദീപം. ഇതിൽ മൊത്തത്തിൽ 9 ദീപങ്ങളാണ് വരുന്നത്. ഇത് കർമ്മരംഗത്തുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മറ്റു ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹായകരമാണ്. ഈ ദീപം നിങ്ങളെ സഹായിക്കുന്നു എന്നതാണ് വാസ്തവം. ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേരിടുന്നവരാണ് പലരും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ കൊയ്യുവാനും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ എണ്ണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എത്ര ദീപം നിങ്ങൾ തെളിയിക്കണം? ഏതൊരു വ്യക്തിയും അത് ഒരു വിളക്കാണ് എങ്കിലും കാർത്തിക ദീപം തെളിയിക്കണം എന്നാണ് പറയുക. അത് ഒരു ദീപമാണ് എങ്കിലും നിങ്ങൾ തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ഒരു ദീപം തെളിയിക്കുന്നവരിൽ പോലും ദേവി കൃപ ചൊരിയുന്നു എന്നും വിശ്വാസമുണ്ട്. 108 ദീപങ്ങൾ തെളിയിക്കുന്നത് അത്യുത്തമമായാണ് കണക്കാക്കുന്നത്. സർവ ഐശ്വര്യം ഈശ്വരാധീനം ആ വീടുകളിൽ വിളങ്ങുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ മാറ്റങ്ങൾ വന്നു ചേരും. പ്രണയ തടസ്സങ്ങൾ നീങ്ങുന്നതിനും വിവാഹത്തിലേക്ക് എത്തുന്നതിനും വേണ്ടി 64 ദീപങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. ഇതിന്റെ ഫലമായി തടസ്സങ്ങൾ മാറി വിവാഹം പോലും ജീവിതത്തിൽ നടക്കുന്നതാണ്. വിവാഹം പല കാരണങ്ങൾ കൊണ്ട് നടക്കാത്ത വ്യക്തികളാണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഏവരിലും ഉണ്ടാകുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും നേട്ടങ്ങൾക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും മഹാലക്ഷ്മി കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ അല്ലെങ്കിൽ നിലനിർത്തുവാൻ 51 ദീപങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. ശത്രുദോഷം ജീവിതത്തിൽ നിന്നും നീങ്ങുന്നതിനും ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടായി
ദോഷങ്ങൾ പാടെ നീക്കുന്നതിനും 84 ദീപങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. ശത്രുദോഷത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായി തീരുന്ന ഒരു കാര്യമാണ് ഇത്. തീർച്ചയായും നിങ്ങൾ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകുക. ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതിരിക്കുന്ന അവസ്ഥ പലർക്കുമുണ്ട്. അത് നടക്കുന്നതിനും സർവാഭീഷ്ടങ്ങൾ സാധിക്കുന്നതിനും വേണ്ടി നമുക്ക് 36 ദീപങ്ങൾ തെളിയിക്കാം. 36 ദീപങ്ങൾ ഏവർക്കും തെളിയിക്കുവാൻ സാധിക്കുന്നതായ ഒരു സംഖ്യയാണ്. തീർച്ചയായും അത്തരത്തിൽ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. വിദ്യാഭ്യാസ തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിനും 48 ദീപങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. ഉദ്യോഗത്തിൽ പ്രതിസന്ധികൾ, ജോലി നഷ്ടപ്പെടും എന്ന അവസ്ഥയുള്ളവരാണ് എങ്കിൽ ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയും തൊഴിൽ ലഭിക്കാൻ വേണ്ടിയും 36 ദീപങ്ങളാണ് തെളിയിക്കേണ്ടത്. മനുഷ്യരിൽ രോഗവും ദുരിതവും ഏത് കാലത്തും ഉണ്ടായിരിക്കാം. എന്നാൽ ഇതിൽ പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിനും അഥവാ ആരോഗ്യവർദ്ധനവിനും രോഗദുരിതങ്ങൾക്ക് ശമനത്തിനും 41 ദീപം നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. ഇനി എപ്രകാരമാണ് വിളക്ക് തെളിയിക്കേണ്ടത്, ദീപം തെളിയിക്കേണ്ടത്, അതിനും പ്രാധാന്യമുണ്ട്. അതുകൂടി മനസ്സിലാക്കുക. ആദ്യം പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുക. ശേഷം അഗ്നി അവിടെ നിന്നും പകർന്ന ശേഷം ചിരാതുകൾ ദീപം തെളിയിക്കുക. പൂജാമുറിയിൽ ഭദ്രദീപം നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. 5 തിരിയിട്ട് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിലേക്ക് തിരിയിട്ട് നെയ്യൊഴിച്ച് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അവസാന വെള്ളി എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ സാധാരണ വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെ തെളിയിക്കാം. കാർത്തിക നാളിൽ വൈകിട്ടാണ് ദീപം തെളിയിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം എന്ന കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് സാധിക്കാത്തവർ നല്ലെണ്ണയിൽ കാർത്തിക ദീപം തെളിയിക്കാവുന്നതാണ്. അതിൽ തെറ്റില്ല. നിലവിളക്കിലും മഞ്ചിരാതിലും വിളക്ക് തെളിയിക്കാവുന്നതുമാണ്. ആ കാര്യവും ഓർക്കുക. പഴയ മഞ്ചിരാതുകൾ തന്നെ കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അതിനാൽ അത്തരം ചിന്തകൾ വേണ്ട. പുതിയതും വാങ്ങുന്നത് ശുഭകരം തന്നെയാകുന്നു. അഥവാ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വാങ്ങി തെളിയിക്കാവുന്നതുമാകുന്നു. പുതിയതാണ് എങ്കിലും കഴുകി തുടച്ചതിന് ശേഷം മാത്രം ദീപം തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാന വാതിലിന്റെ ഇരുവശത്തും തീർച്ചയായും നിങ്ങൾ ദീപങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ചതിന് ശേഷം അഥവാ വിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമേ മൺചിരാതുകളിൽ ദീപം പകരുവാൻ പാടൂ. ഗേറ്റിന്റെ ഇരുവശത്തും നിങ്ങൾ തെളിയിക്കുകയാണ് എങ്കിൽ അതും ഏറ്റവും വിശേഷമാണ്. പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനും നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുന്നതിനും സഹായകരം തന്നെയാകുന്നു. കിണറിന് ചുറ്റും ദീപം തെളിയിക്കുന്നതും അതീവ ശുഭകരമാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു ദീപമെങ്കിലും തെളിയിക്കുക. വടക്ക് ദിശയിൽ, കിഴക്ക് ദിശയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ, അതേപോലെ തുളസിത്തറയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ തെളിയിക്കുവാൻ ശ്രമിക്കുക. ഞാൻ ഈ പരാമർശിച്ച ദിശകളിലും സ്ഥലങ്ങളിലും തീർച്ചയായും ഒരു ദീപമെങ്കിലും നിങ്ങൾ തെളിയിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ ഒന്നിൽ കൂടുതലാകാം. പുറകുവശത്തെ വാതിലിൽ ഒരെണ്ണം തെളിയിക്കുക. ഒരെണ്ണമാണ് തെളിയിക്കേണ്ടത്. ആ കാര്യവും പ്രത്യേകം ഓർക്കണം. നിങ്ങൾ തീർച്ചയായും പുറകുവശത്തെ വാതിലിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ വീടിന് ചുറ്റുമായി നിങ്ങൾ ഒരിക്കലും വയ്ക്കരുത്. അത് ക്ഷേത്രത്തിൽ മാത്രം ചെയ്യുന്നതായ കാര്യമാകുന്നു. അതിനാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതിനാൽ വീടിന് ചുറ്റും ചെയ്യരുത്. ഈ പരാമർശിച്ച ഇടങ്ങളിൽ മാത്രമാണ് നിങ്ങൾ ദീപം തെളിയിക്കേണ്ടത്. മഞ്ഞൾ ജലം തളിച്ചതിന് ശേഷമാണ് ഇപ്രകാരം ദീപങ്ങൾ തെളിയിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തീർച്ചയായും നിങ്ങൾ ദീപങ്ങൾ തെളിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരും. ജീവിതത്തിലെ ആ നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.